കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ ലോകത്ത് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. സ്ത്രീകളോടുള്ള സമീപനത്തിലെ വേർതിരിവ്, ലൈംഗിക ചൂഷണങ്ങള്, തൊഴില് നിഷേധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. നടിമാർ നേരിടുന്ന വേർതിരിവുകളും പ്രതിഫലത്തിലെ വ്യത്യാസമെല്ലാം റിപ്പോർട്ടിൽ വിശദമാക്കുന്നു. ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് റിമ കല്ലിങ്കല്. ന്യൂസ് മിനുട്ടുമായുള്ള ചർച്ചയില് സംസാരിക്കവെയാണ് റിമ തന്റെ അഭിപ്രായം പങ്കുവച്ചത്. ബഹുമാനമുള്ള വർക്ക് സ്പേസിൽ നിന്നും ഇപ്പോഴും നമ്മള് ദൂരെയാണ്. ഞാനിടയ്ക്ക് തമാശയായി പറയും, പക്ഷെ തമാശയല്ലത്. നസ്ലിൻ 100 കോടി ക്ലബിൽ കയറിയെന്ന് എല്ലാവരും പറയും. മമിത ഏത് ക്ലബിലാണെത്തിയത്? ആരും അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവളുടെ കോൺട്രിബ്യൂഷൻ കാണുന്നു പോലുമില്ല. എങ്ങനെയാണ് അത് അപ്രത്യക്ഷമാകുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും റിമ കല്ലിങ്കല് ചൂണ്ടിക്കാട്ടി. കേരളത്തിലല്ലായിരുന്നെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലൊരു റിപ്പോർട്ട് പുറത്ത് വരില്ലായിരുന്നെന്നും റിമ കല്ലിങ്കല് ചൂണ്ടിക്കാട്ടി. സിനിമയുടെ ചരിത്രത്തില് ആദ്യമായാണ് ഇത്തരത്തിലൊന്ന് പുറത്തു വരുന്നത്. മറ്റൊരിടത്തും ഇത് നടക്കുമെന്ന് തോന്നുന്നില്ലെന്നും റിമ പറഞ്ഞു. സിനിമാ രംഗത്ത് സ്ത്രീകള് സുരക്ഷിതരല്ലാത്തതിനെക്കുറിച്ചും റിമ സംസാരിച്ചു. സിനിമാ രംഗത്ത് മാത്രമാണ് എല്ലാവരും ഒരു യൂണിറ്റായി കഴിയുന്നത്. ഞാൻ സിനിമാ രംഗത്തേക്ക് വന്ന സമയത്ത് സെറ്റിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്നത് പലർക്കും പുതിയ കാര്യമായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാണോ യാത്ര ചെയ്യുന്നതെന്ന് അവർ ചോദിക്കും. അതെ, വർക്കിന് പോകുകയാണ്. എന്തിനാണ് ഒപ്പം മാതാപിതാക്കളെ കൂട്ടുന്നതെന്ന് ഞാൻ ചോദിക്കും. സിനിമ ഇൻഡസ്ട്രി വളരെ വ്യത്യസ്തമാണ്. മറ്റു മേഖലകളെ പോലെയല്ല പ്രവർത്തിക്കുന്നതെന്നും റിമ കല്ലിങ്കല് ചൂണ്ടിക്കാട്ടി. WCC അംഗമായ റിമ കല്ലിങ്കലിനും നിരവധി അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. WCC അംഗങ്ങൾക്ക് പ്രബലരുടെ ഇടപെടൽ കാരണം അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് പറയുന്നുണ്ട്. പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനാല് WCC അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല. ചില നിർമ്മാതാക്കള് WCC അംഗങ്ങളെ തന്റെ സിനിമയിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. അത് അമ്മ സംഘടനയിലുള്ളവരെ ചൊടിപ്പിക്കുമെന്ന് ഇവർ ഭയക്കുന്നെന്ന് റിപ്പോർട്ടില് പറയുന്നു. നിരവധി അവസരങ്ങൾ ലഭിച്ചിരുന്ന ഒരു നടിക്ക് WCC അംഗമായതിന്റെ പേരില് പിന്നീട് അവസരങ്ങള് ഇല്ലാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടില് പറയുന്നു. അതേസമയം WCC അംഗമായ ഒരു നടിക്ക് മാത്രം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും സംഘടനയുടെ സ്ഥാപക അംഗമാണ് ഈ നടിയെന്നും റിപ്പോർട്ടില് പറയുന്നു. ഈ നടിക്കെതിരെ വിമർശനവും റിപ്പോർട്ടിലുണ്ട്. ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞതെന്നും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടില് പറയുന്നു. കേരള സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മലയാള സിനിമാ ലോകത്ത് നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധതയുടെയും പുരുഷാധിപത്യത്തിന്റെയും ചൂഷണത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ട് തുറന്ന് കാണിച്ചിരിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചും അതിക്രമങ്ങളെക്കുറിച്ചും നടിമാര് മൊഴി നൽകിയതായാണ് റിപ്പോർട്ടില് പറയുന്നത്. ഇതിനു പിന്നാലെ ഇപ്പോഴിതാ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടനും താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ബാബുരാജ്. റിപ്പോർട്ട് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് ബാബുരാജ് പറയുന്നത്. അതേസമയം തന്റെ ഭാര്യയും നടിയുമായ വാണി വിശ്വനാഥ് വസ്ത്രം മാറാൻ സൗകര്യമില്ലാത്തതിനെക്കുറിച്ച് തന്നോട് പറഞ്ഞതായും ബാബുരാജ് പറയുന്നുണ്ട്. ധാരാളം പേജുകളുള്ള ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ചാനലില് കാണിക്കുന്നത് ഹേമ കമ്മീഷന് റിപ്പോർട്ടിലെ ഏതാനും വരികൾ മാത്രമാണ്. ജനറൽ സെക്രട്ടറി മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും റിപ്പോർട്ട് വിശദമായി പഠിച്ചതിനു ശേഷം മാത്രമേ മറുപടി പറയാന് കഴിയൂ. അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടേ പറയാന് കഴിയൂ എന്നാണ് ബാബുരാജ് പറയുന്നത്. ഇപ്പോൾ വാർത്തകൾ വരുന്നതില് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി വന്ന ആളാണ്. നമ്മളൊക്കെ എത്രയോ കാലമായി വർക്ക് ചെയ്യുന്നവരാണ്. റിപ്പോർട്ടില് എന്താണെന്ന് പഠിച്ചിട്ട് മാത്രമേ പ്രതികരിക്കാന് കഴിയൂ എന്നും താരം പറയുന്നു. അതേസമയം എന്റെ ഭാര്യ വാണി പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു സാരി വച്ച് മറച്ചിട്ടാണ് വസ്ത്രം മാറിയിട്ടുള്ളത് എന്ന്. പണ്ടത്തെ കാലം അങ്ങനെയാണ്. ഇപ്പോഴാണ് കാരവാനൊക്കെ വന്നത്. ഇപ്പോഴും സൗകര്യം കൊടുക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണ് എന്നും ബാബുരാജ് അഭിപ്രായപ്പെടുന്നുണ്ട്. മൊബൈൽ കാലഘട്ടം വന്നപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തും ഷൂട്ട് ചെയ്യാം, പുറത്തു വിടാം എന്ന അവസ്ഥയാണ്. സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു. തീർച്ചയായും റിപ്പോർട്ട് പഠിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അവസരം നൽകുന്നതിന് പകരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നും അതിനെ എതിർക്കുന്നവരുടെ കരിയർ നശിപ്പിക്കുന്നതായും മൊഴിയില് പറയുന്നുണ്ട്. പലരും ഭീഷണികളെ ഭയന്ന് പുറത്ത് പറയാതെ എല്ലാം നിശബ്ദമായി സഹിക്കുകയാണെന്നും റിപ്പോർട്ടില് പറയുന്നുണ്ട്.
നടിമാർക്ക് വസ്ത്രം മാറാനും ബാത്ത് റൂമില് പോകാനുമുള്ള സൗകര്യങ്ങള് സെറ്റുകളില് ഇല്ലെന്നും റിപ്പോർട്ടില് പറയുന്നുണ്ട്. റിപ്പോർട്ടിന്റെ 233 പേജുകളുടെ വിശദാംശങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. അതേസമയം വ്യക്തികളുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങള് കൈമാറിയിട്ടില്ല. ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങളും റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ 49 പേജിലെ 96 പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട്. 2017 ജൂലൈയിലായിരുന്നു മലയാള സിനിമയില് വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങള് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാന് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ 3-അംഗ കമ്മിറ്റി രൂപീകരിച്ചത്. നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കമ്മിറ്റി രൂപീകരിച്ചത്. കെ ഹേമയ്ക്ക് പുറമെ മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു കമ്മിറ്റി അംഗങ്ങള്.